ഹായ്, ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഞാൻ രാവിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ശബ്ദം ഭയങ്കരമായിട്ട്, എൻ്റെ ശബ്ദം നല്ല ശബ്ദമാണ്, പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഒത്തിരി സംസാരിക്കേണ്ടിയൊക്കെ വരും. അങ്ങനെ വരുമ്പം പലപ്പോഴും ഞാൻ എന്തെങ്കിലുമൊക്കെ വരുമ്പം ഞാൻ കിടന്ന് അലറി പറയേണ്ട അവസ്ഥകൾ എനിക്ക് വരും. അപ്പോൾ എൻ്റെ ശബ്ദം ഭയങ്കര റഫാവും. അപ്പോൾ നേരത്തെ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ സൗണ്ട് എഞ്ചിനീയറിങ്. അപ്പോൾ ഈ കൂടുതലും പാട്ട് പാടുന്നവർക്കാണല്ലോ സൗണ്ട് എഞ്ചിനീയർമാരെ ആവശ്യം വരുന്നത്. അപ്പോൾ സൗണ്ട് എഞ്ചിനീയർമാരെ ആവശ്യം വരുന്നത് എന്തുകൊണ്ടാണ്? പാട്ട് റെക്കോർഡൊക്കെ ചെയ്യുമ്പോൾ അവരാണല്ലോ ശബ്ദത്തെ നിയന്ത്രിച്ചു കൊടുക്കും. പക്ഷേ പാടുന്നവർ ശബ്ദം സൂക്ഷിച്ചില്ലെങ്കിൽ അങ്ങനെ നിയന്ത്രിച്ചു കൊടുക്കില്ല. ചിലരുടെ നല്ല കിളിനാദം പോലുള്ള ശബ്ദമാണ്, ചിലരുടെ ശബ്ദം ഭയങ്കര വലിയ ശബ്ദമാണ്. അപ്പോൾ നമ്മൾ കുറേയൊക്കെ കൺട്രോൾ ചെയ്ത് സംസാരിക്കുന്നതൊക്കെ കുറച്ച് പതുക്കെയും, പിന്നെ ഫുഡ് കഴിക്കുന്നതിൽ തൈര്, പാടുന്നവർ ഞാൻ കേട്ടിട്ടുണ്ട് തണുത്തതും തൈരും ഒന്നും അധികം ഉപയോഗിക്കത്തില്ല. ഞാൻ പാട്ടുകാരിയൊന്നുമല്ല, പക്ഷേ എനിക്ക് പാടാനൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ പലപ്പോഴും പാട്ടുകൾ പാടുന്നത് വേറൊരു റിലീജിയനോ ഒരു കമ്മ്യൂണിറ്റി അങ്ങനൊന്നും ഉദ്ദേശിച്ചല്ല നമ്മൾ പാട്ട് പാടുന്നത്. നമ്മൾ പാട്ട് പാടുന്നത് എന്താ, എല്ലാവർക്കും പാടാൻ അറിയാവുന്നവർക്കും അറിയാത്തവർക്കും എല്ലാം പാട്ട് പാടാൻ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് ഈ സൗണ്ട് എഞ്ചിനീയറിങ്, പിന്നെ ഇപ്പം ഇവിടെ അമൃത ഹോസ്പിറ്റലുണ്ട്, അവിടെ ഓഡിയോളജി എന്ന് പറഞ്ഞ് ഞാൻ മെട്രോയിൽ വെച്ചൊരു കൊച്ചിനെ കണ്ട്. അപ്പോൾ അതെന്നോട് പറഞ്ഞ് അവിടുത്തെ ഓഡിയോളജിയിലാണ് ജോലിയെന്ന്. അപ്പം ഓഡിയോളജി എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ ഉണ്ട്. അപ്പോൾ അതുവഴിയൊക്കെ പിള്ളേരൊക്കെ പാടുന്നവരെയൊക്കെ സഹായിക്കുമായിരിക്കും. അതുകൊണ്ട് ഞാൻ ഓഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിനെ ഞാൻ സമീപിച്ചിട്ടില്ല, സൗണ്ട് എഞ്ചിനീയറിങ് സമീപിച്ചിട്ടില്ല. എൻ്റെ ശബ്ദം ഒത്തിരി വലുതായിട്ടിരുന്നാൽ ഇപ്പോൾ ഒത്തിരി പേരുണ്ടല്ലോ ആൾക്കാർ, ട്രാൻസ്ജെൻഡേഴ്സ്. അപ്പം അവർ സമൂഹത്തിലുള്ള കുറേ ആൾക്കാരാണ്. അപ്പോൾ അവരങ്ങനെ ആണുങ്ങൾ പെണ്ണുങ്ങളുടെ കൂട്ടും പെണ്ണുങ്ങളുടെ ആണുങ്ങളുടെ കൂട്ടും വേഷം കെട്ടി നടക്കുന്നു, അല്ലാതെ അവരുടെ ഓർഗൻസ് ഒന്നും അവർ മാറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അവർ ആണുങ്ങൾ പെൺവേഷം കെട്ടി സംസാരിക്കുമ്പോഴേക്കും അവരുടെ ശബ്ദം ചിലപ്പോൾ ഇപ്പം എൻ്റെ ഈ ശബ്ദം പോലെ കുറച്ച് റഫായ സൗണ്ടായിരിക്കും ഈ ശബ്ദം. അതവർ സൗണ്ട് എഞ്ചിനീയർമാരെ ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു അവസ്ഥയാണ് അവർക്കും, എന്നുവെച്ചാൽ അവർ സൗണ്ട് എഞ്ചിനീയർമാരെ ഒന്നും ആശ്രയിക്കുന്നില്ല, അവർ ഓഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ പോകുന്നില്ല. പക്ഷേ ഈ അവസരം മുതലെടുക്കുന്നത് ആരാണെന്നറിയാമോ? നല്ല പുണ്യാളന്മാരായിട്ടിരിക്കുന്ന പാട്ടുകാർ. ഇപ്പോൾ ഒരു പാട്ടുകാരിയുടെ പാട്ട് ഞാൻ കേട്ട്, അവളെ എനിക്ക് പറയണമെന്നില്ല, പക്ഷേ അവൾക്ക് പാടാനും അറിയത്തില്ല, ആടാനും അറിയത്തില്ല. അവളതിനങ്ങ് ശ്രമിക്കുക. അതുകൊണ്ട് അവളുടെ ശബ്ദം നല്ല കിളിനാദം പോലങ്ങായി. അങ്ങനെ വിചാരിച്ചിരിക്കുന്ന പാവപ്പെട്ട കുറേ ആൾക്കാർ എൻ്റെ ശബ്ദം കുറച്ച് റഫായതുകൊണ്ട് എന്നെ അങ്ങ് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഗ്രൂപ്പിലാക്കിയിട്ട് അവളെ നല്ല പെണ്ണായിട്ട് അവളെ ലോകം മൊത്തം അങ്ങ് ആക്കി അവളെ വലിയ ആളാക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എനിക്കതിൻ്റെ ആവശ്യമില്ല, ഞാൻ പാടുന്നതാണ്. അതുകൊണ്ട് എൻ്റെ ശബ്ദം നല്ലതായേ എനിക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞ് ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത് കാണാൻ ആൾക്കാരില്ലെന്ന്. അതുകൊണ്ട് ഞാൻ പലർക്കും പറഞ്ഞു കൊടുക്കുക, ട്രാൻസ്ജെൻഡേഴ്സിനെ വളർത്തുകയല്ല വേണ്ടത്, അവരോട് പറഞ്ഞ് അവർ യഥാർത്ഥത്തിലാണോന്നോ പെണ്ണാണോ അവർക്ക് ഇഷ്ടം ഏതാണെന്ന് വെച്ചാൽ അതിൽ നിൽക്കാനാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അതുകൊണ്ട് ജെൻഡേഴ്സുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഇല്ല, എനിക്കറിയത്തില്ല. മൊബൈലായതുകൊണ്ട് ട്രാൻസ്ജെൻഡേഴ്സും അതിനകത്തൊക്കെ അവരുടെ വീഡിയോ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അത് കാണുമ്പം ഞാനൊരു സ്ത്രീയാണ്, ഞാൻ പ്രസവിച്ചിട്ടുണ്ട്, എനിക്കൊരു മോനും ഉണ്ട്, ഒരേ ഒരു മോനെ എനിക്കുള്ളൂ. ആ മോനുള്ള ഒരു സ്ത്രീയാണ് ഞാൻ ട്രാൻസ്ജെൻഡർ അല്ല, എൻ്റെ മോനും ട്രാൻസ്ജെൻഡർ അല്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു അവയവം മാറ്റി വെക്കുകയോ ഒന്നുമില്ല, അതിന് ഞങ്ങൾ പോകത്തുമില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്തുവാന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ഞാൻ ഒരു സ്ത്രീയാണ്, എൻ്റെ മോനൊരു ആണായിട്ട് ജനിച്ച ഒരു മോനാണ്. അങ്ങനെ മോനെന്ന് പേര് ചേർത്ത് പലരും കാണും, ഞങ്ങൾക്ക് അതുമായിട്ടൊരു ബന്ധവും ഇല്ല, എൻ്റെ മോനാണ്. ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇതുപയോഗിച്ച് ബിസിനസ് ചെയ്യുന്നവർക്ക് എൻ്റെ വീഡിയോ ഉപയോഗപ്രദമാകത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുക. അപ്പോൾ എൻ്റെ സംസാരത്തിലൊക്കെ പല യൂട്യൂബിലൊക്കെ വരുന്ന ആൾക്കാരുടെ ശബ്ദം പോലെ വരും എന്നോർത്ത് ആ വ്യക്തി ഇവരുടെ ആരുമല്ല. ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയെ വെച്ചുകൊണ്ട് ഇവർ ബിസിനസ് ചെയ്ത് മറ്റുള്ള യൂട്യൂബേഴ്സിന് പൈസ ഉണ്ടാക്കി കൊടുക്കാൻ എൻ്റെ ശബ്ദത്തെയോ എൻ്റെ യൂട്യൂബിലെ വീഡിയോയോ ഞാൻ അനുവദിക്കത്തില്ല. എന്നിട്ട് ഞാൻ നല്ല വീഡിയോ ഇടുന്നത് ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ അത് കേട്ടാൽ മതി. എൻ്റെ ഒരു ഫ്രണ്ട് പരാതി പറഞ്ഞ് നീ ഇടുന്ന വീഡിയോ ഒന്നും കൊള്ളത്തില്ല, അതുകൊണ്ട് ഇത് ഞാൻ നന്നായിട്ട് തന്നെ റെക്കോർഡ് ചെയ്തിരുന്നത്. അവളോട് കാണരുതെന്ന് പറയുന്ന വ്യക്തികൾക്ക് ഒരു രൂപയല്ല, ഒരു 5 പൈസയല്ല അവരുടെ അക്കൗണ്ടിലും കൊടുക്കാൻ പറ്റത്തില്ല. അവർ അങ്ങനത്തെ ഒരു ട്രാൻസാക്ഷൻ നടത്താൻ അവരെ അനുവദിക്കാനും പറ്റത്തില്ല. അങ്ങനെ ബാങ്കുകൾ അവരെ സഹായിക്കുന്നുണ്ടെങ്കിൽ
കിളിനാദം ഉള്ളവൾ കിളിനാദം കൊണ്ട് അവൾ എവിടെ താമസിച്ചെടുത്ത് അവിടെ വന്ന് താമസിച്ച് അവിടെ മോനെ ഇവിടെ പഠിപ്പിക്കേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് ഇതും കൂടെ പറയുക, വിമർശനമല്ല, ഇത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവർ ക്രിസ്ത്യാനികളെ അച്ചായന്മാരെ ഞങ്ങളങ്ങ് പൊക്കിയിട്ട് അവന്മാരുടെ മക്കൾക്ക് പോകാൻ വേണ്ടിയിട്ടല്ല, ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ മാറ്റി നിർത്തി സുഖിപ്പിക്കുന്ന പരിപാടിയൊക്കെ നിർത്തണം. സുഖിപ്പിക്കുക എന്ന് വെച്ചാൽ നല്ലൊരു വാക്കല്ല. സുഖിപ്പിയിലുള്ളവരോട് പ്രത്യേകം ഓർമ്മിപ്പിക്കുക, നിങ്ങളൊരു കാര്യം ചെയ്യണം, സുഖിപ്പിക്കരുത്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ ഞങ്ങൾക്കറിയാം, പലപ്പോഴും അവരുടെ മക്കൾ, ഒരു വെളുത്ത ഒരു ചേട്ടനുണ്ട്, ആ ചേട്ടൻ നല്ല വെളുത്ത ചേട്ടൻ, ആ ചേട്ടൻ്റെ മോൻ കറുത്തു പോയി, അവനെ വെളുപ്പിക്കേണ്ട ആവശ്യമില്ല. അവൻ്റെ അമ്മയുടെ വീട്ടുകാരും അമ്മയൊക്കെ അങ്ങനെ കറുത്തവരായതുകൊണ്ട് അവൻ കറുത്തു പോയി, അതുകൊണ്ട് അവനെ വെളുപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ട കേട്ടോ. അങ്ങനെ ട്രീറ്റ്മെൻറ്റുകൾ നിങ്ങൾ കൊടുക്കണ്ട, അവരങ്ങ് നോക്കിക്കോളും കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഇത് തന്നെ പറയാനുള്ളത്. ഞാനിപ്പോൾ ഇതേണ്ട ഒരു പൂവ്, ഞങ്ങൾ ഒരു KSF ഡയറിയുടെ പൂവാണ്, നല്ലൊരു പൂവാണ്. അപ്പോൾ ഇത് ഓർക്കിഡാന്ന് തോന്നുന്നു. ഈ ഓർക്കിഡ് ഒരു വീട്ടിൽ കെട്ടി തൂക്കിയിട്ടുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് കിടന്ന് വിഷമിക്കുവാന്ന് കാണിച്ച് എന്നെ കുറേ പേടിപ്പിച്ച്. ആ പേടിപ്പേര് ഇനി നടക്കത്തില്ല. എൻ്റെ ഹസ്ബൻഡിനെ രോഗിയാക്കാൻ വേണ്ടി അവരെല്ലാം കൂടെ കുറേ കളിച്ച് പൈസ ഉണ്ടാക്കാമെന്ന വിചാരം, നടക്കത്തില്ല. അതുകൊണ്ട് ഈ വീഡിയോ കണ്ടേ പറ്റത്തുള്ളൂ. എൻ്റെ ഫ്രണ്ട്സിനോട് ഇത് കാണാൻ വേണ്ടി ഞാൻ പറഞ്ഞിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ടിൽ ദെൻ ബൈ.